പയ്യന്നൂരിലെ ഫണ്ട് വിവാദത്തിൽ വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ CPM തീരുമാനം. ജില്ലാ സെക്രട്ടറി യോഗത്തിലാണ് തീരുമാനം. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിനു ശേഷം തീരുമാനം പ്രഖ്യാപിക്കും. ഫെലിക്സ് പുളിക്കൽ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഫെലിക്സ്, പരാതി പറയുന്നവരെ, പാർട്ടിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ പുറത്താക്കുന്നതാണോ CPM സ്വീകരിക്കുന്ന മാതൃകാപരമായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്? അക്ഷയ, 50 വർഷം പാർട്ടി മെമ്പറായിരുന്ന കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് ഇന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായത്. വി കുഞ്ഞികൃഷ്ണ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതര അച്ചടക്ക ലംഘനം എന്നതാണ് പാർട്ടി വിലയിരുത്തൽ. ഈ കുഞ്ഞികൃഷ്ണൻ പരസ്യമായി ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി കമ്മീഷനെ വെച്ച് അന്വേഷിച്ച് അതിൽ യാതൊരു തരത്തിലുള്ള വസ്തുതയുമില്ല എന്ന് കണ്ടെത്തിയതാണ്. പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ എതിരാളികൾക്ക് ഒരു ആയുധമായി മാറിയ അദ്ദേഹം, അതുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അതായത് ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറി യോഗം തീരുമാനിച്ചത്. ഈ തീരുമാനം നാളത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വയ്ക്കും. യോഗം അംഗീകരിച്ചു കഴിഞ്ഞാൽ പുറത്താക്കും. അതാണ് സംഘടനാപരമായ രീതി. ആ രീതിയിൽ തന്നെ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ തീരുമാനിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2022 മുതലാണ് ഈ വിഷയം ഉയർന്നു വരുന്നത്. പയ്യന്നൂരിലെ CPMലെ വിഭാഗീയത, പയ്യന്നൂരിലെ CPMൽ ഉണ്ടായ ഈ പ്രശ്നങ്ങൾ അത് കുഞ്ഞികൃഷ്ണൻ ആദ്യമായി ഉയർത്തുന്നു. ഏറ്റവും ആദ്യം ഉയർത്തിയത് ഫണ്ട് വിവാദമാണ്. രക്തസാക്ഷി ധനരാജിനായി കുടുംബത്തിനെ സമാഹരിച്ച ഫണ്ട് വകമാറ്റി അതിൽ കൃത്രിമം നടത്തി, തട്ടിപ്പ് നടത്തിയെന്ന് ആരോപണം അദ്ദേഹം ഉയർത്തി. ഏരിയ കമ്മിറ്റി ഓഫീസ് 4 കോടി രൂപയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചു. ആ ഏരിയ കമ്മിറ്റി ഓഫീസിനായി പിരിച്ച ഫണ്ടിലും തട്ടിപ്പ് നടത്തിയെന്ന് ആരോപണം ഉയർന്നു. ഒപ്പം തെരഞ്ഞെടുപ്പ് ഫണ്ടിലും കൃത്രിമം നടത്തി. ഈ ആരോപണങ്ങൾക്ക് 2022 കുഞ്ഞികൃഷ്ണൻ ആദ്യമായി പാർട്ടിയിൽ ഉന്നയിക്കുന്നത്. അന്ന് TV രാജേഷിനെയും ഒപ്പം തന്നെ TV രാജേഷിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷൻ അന്വേഷിച്ച് യാതൊരു തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് കണ്ടെത്തി. ആ കണ്ടെത്തലിനോട് വിയോജിച്ചു, പൂർണ്ണമായും കുഞ്ഞികൃഷ്ണൻ വിയോജിച്ചു. പിന്നീട് 2025 കഴിഞ്ഞ വർഷം EP ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ കണ്ട വിഷയമടക്കം പാർട്ടിയിൽ ഉന്നയിച്ചു. അതിൽ കമ്മീഷനെ വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ടും ഈ കുഞ്ഞികൃഷ്ണനെതിരായിരുന്നു. പിന്നീടാണ് ഇത് പുറത്തു പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചതെന്നാണ് കുഞ്ഞികൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയത്. കാരണം പാർട്ടി പറഞ്ഞു ഒരു നടപടിയുമില്ല, അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു, പക്ഷേ അന്വേഷണ കമ്മീഷൻ താൻ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഇല്ലാത്തതാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ വെള്ളപൂശുന്ന സമീപനം പാർട്ടിയുടെ ഭാഗത്തുമുണ്ടായി. അതുകൊണ്ട് പരസ്യ പ്രതികരണത്തിലേക്ക് താൻ കടന്നു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാർട്ടി അച്ചടക്ക നടപടി എടുത്തിരിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ കണ്ണൂരിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് പയ്യന്നൂരിൽ. ആ പയ്യന്നൂരിലെ വെള്ളൂർ എന്ന നാട്ടിൽ നിന്നും പാർട്ടി പ്രവർത്തനം തുടങ്ങി. 50 വർഷക്കാലം പാർട്ടി മെമ്പറായി, പിന്നീട് പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയായി, അവിടെ നിന്നും ജില്ലാ കമ്മിറ്റി അംഗമായി. ആ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. ഫെലിക്സ് പറയുന്ന പോലെ തന്നെ നൂറ്റാണ്ടിലധികമായി CPMന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടി കേഡറിനെയാണ് ഇപ്പോൾ പുറത്താക്കുന്നത് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ഇത് മറ്റൊരു അഭിപ്രായവും ഉയർന്നു വന്നില്ലേ യോഗം ചേർന്നപ്പോൾ? എല്ലാവരും ഒരുപോലെ ഏകകണ്ഠേന ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണോ? അദ്ദേഹം തന്നെ പറഞ്ഞത് പാർട്ടിയെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഞാൻ തുറന്നു പറയുന്നത്. ഒപ്പം തന്നെ പാർട്ടി കമ്മീഷന്റെ നടപടി എങ്ങനെയായിരിക്കും? അത് പരാതിക്കാരനെ പുറത്താക്കലായിരിക്കും, പരാതിക്കാരനെതിരായിരിക്കും എന്നൊക്കെ അദ്ദേഹം തന്നെ നേരത്തെ പ്രവചിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. KK രാഗേഷും ഒപ്പം തന്നെ MV ജയരാജനും വ്യക്തമാക്കിയതാണ് ഈ കുഞ്ഞികൃഷ്ണൻ തന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹം ആ കാര്യം സ്വീകരിച്ച നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ പരസ്യമായ ഈ പ്രസ്താവനകളൊക്കെ തന്നെ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും കടുത്ത അച്ചടക്ക ലംഘനം നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം EP ജയരാജനെതിരെ അടക്കം അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു. EP ജയരാജൻ അടക്കമുള്ളവർ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തു. അവരെല്ലാവരും തന്നെ കടുത്ത നടപടി വി കുഞ്ഞികൃഷ്ണനെതിരെ വേണമെന്നതാണ് പറഞ്ഞത്. പ്രത്യേകിച്ചും കണ്ണൂർ പോലെ CPMന്റെ ശക്തി കേന്ദ്രത്തിൽ ഒരു ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടിക്കെതിരെ പരസ്യമായി പുറത്തു വന്ന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല എന്നതാണ് പാർട്ടി സ്വീകരിച്ച നിലപാട്.